പ്രവേശനോത്സവ ദിനത്തിൽ തന്നെ സ്കൂളിൽ നിന്നും പടിയിറങ്ങുന്ന വിഷമത്തിലാണ് കോഴിക്കോട് കൂടത്തുംപാറ ഗവൺമെന്റ് സ്കൂളിലെ പ്രധാന അധ്യാപിക. നേട്ടങ്ങളിലും കോട്ടങ്ങളിലും സ്കൂളിന്റെ ഉന്നമനത്തിനായി ഒരുപോലെ പ്രവർത്തിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ പടിയിറക്കം. കോഴിക്കോട് നിന്നും അഭിന പി ചിറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. അറിവിന്റെ മുറ്റത്തേക്ക് കുരുന്നുകളെ സ്വീകരിക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇവിടെ. കഴിഞ്ഞ വേനൽ മഴയിൽ വെള്ളത്തിനൊപ്പം ഒഴുകിയെത്തിയ ചളി നിറഞ്ഞ സ്കൂളിൽ വിദ്യാർത്ഥികൾ എത്തുമോ എന്ന ആശങ്കയിലായിരുന്നു അധ്യാപകർ. എന്നാൽ പ്രധാന അധ്യാപിക ഷാർമിളയുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് സ്കൂളിനെ പുനർജീവിപ്പിക്കാനായത്. മുമ്പൊരു പ്രയാസം വെള്ളം കയറിയ സമയത്ത് ഉണ്ടായപ്പോഴും ഈ നാട്ടുകാരും ഞങ്ങളൊക്കെ ചേർന്നിട്ടാണ് സ്കൂളിനെ പഴയ സ്ഥിതിയിൽ നല്ല പൂർവാധികം ഭംഗിയായിട്ട് ഇപ്പം കൊണ്ട് നടക്കുന്നത്. അപ്പം എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു അന്തരീക്ഷമാണ് ഈ വർഷം. പിന്നെ ഉള്ളത് കഴിഞ്ഞ വർഷത്തേക്കാളും അഡ്മിഷൻ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷവും ഒക്കെ ഉണ്ട്. പിന്നെ സ്കൂളിൻ്റെയും ഒരു മികച്ച പ്രവർത്തനം കൊണ്ടൊക്കെ ആയിരിക്കാം ഇവിടേക്ക് നമ്മളെ വിശ്വസിച്ച് ആളുകൾ കുട്ടികളെ ചേർക്കുന്നത് എന്ന് വിചാരിക്കുന്നു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക അകറ്റുന്ന തരത്തിലാണ് സ്കൂളിന്റെ നവീകരണ പ്രവർത്തികൾ നടന്നത്. കഴിഞ്ഞ ഒരാഴ്ച പെയ്ത മഴയ്ക്ക് സ്കൂളിൽ തീരെ വെള്ളം കയറിയിട്ടില്ല. കാരണം വെച്ചാൽ അതിനുള്ള ഒരു പണി ഞങ്ങൾ ഗേറ്റിൻ്റെ മുന്നിലൊക്കെ ചെയ്തതുകൊണ്ട് ഈ ഒരാഴ്ച പെയ്ത മഴ തീരെ വെള്ളം കയറാത്തൊരു സ്ഥിതിയുണ്ട്. അറിവിന്റെ മുറ്റത്തേക്ക് കുരുന്നുകൾ എത്തുമ്പോൾ സ്കൂളിൽ നിന്നും പടിയിറങ്ങുന്ന ദുഃഖത്തിലാണ് ഈ പ്രധാന അധ്യാപിക. പോകുമ്പോൾ തീർച്ചയായും സങ്കടമുണ്ട്. ഒന്നാമത് ഇവിടുത്തെ കുഞ്ഞുങ്ങളും വളരെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ്. വളരെ അടുപ്പം കാണിക്കുന്ന കുട്ടികളാണ്. പിന്നെ ഞാൻ ഈ മെയ് മാസം ചെയ്തൊരു കാര്യം, കുട്ടികളെ ആകാശവാണിയിൽ പൂക്കൂട എന്ന പരിപാടിയിൽ 13 കുട്ടികളെ ഞാൻ കൊണ്ടുപോയി പങ്കെടുപ്പിച്ചു. അപ്പം അതിൻ്റെ പ്രക്ഷേപണം ജൂലൈ ഓഗസ്റ്റ് മാസമാകുമ്പം വരും. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കുകയാണ്. അധ്യാപികയുടെ ജീവനക്കാരോടുള്ള സൗമ്യമായ പെരുമാറ്റവും വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള അടുപ്പവുമാണ് സ്കൂളിന് പുനർജീവൻ നൽകാനായത്. അഭിന പി ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.